ഹലോ ഗൈസ്, നമ്മുടെ ഷോപ്പിൽ ഏറ്റവും അവസാനമായിട്ട് വന്ന ഒരു ഫുള്ളി റീസ്റ്റോറേഷന് വേണ്ടി വന്നേക്കുന്ന ഒരു ക്ലാസിക് 350 ആണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ളത്. ഈ വണ്ടി ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കംപ്ലീറ്റ് തവിട് കൂടിയിരിക്കുക. ഏകദേശം ഒരു 3-3.5 കൊല്ലമായിട്ട് ഈ കസ്റ്റമർ ഈ വണ്ടി സ്റ്റാർട്ടേ ചെയ്തിട്ടില്ല. പോരാഞ്ഞിട്ട് ഉള്ള മഴയും വെയിലൊക്കെ കൊണ്ട് വണ്ടി ആകെ അവശനായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ കൊണ്ടുവന്നേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി കംപ്ലീറ്റ് ആയിട്ട് ഇൻക്ലൂഡിങ് ഷാസി ഉൾപ്പെടെ ഫുൾ അഴിച്ച് ഫുൾ പെയിന്റ് ചെയ്യണം. അതും മിലിറ്ററി ഗ്രീൻ കളർ. പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് ഒറ്റ വൃത്തി കാണാൻ പറ്റും. കണ്ടില്ലേ, ഇതിന്റെ ക്രാഷ് ഗാർഡിനുള്ളിൽ ഫുൾ അഴുക്ക്, അതുപോലെ തന്നെ കംപ്ലീറ്റ് ചെടി കാര്യങ്ങളൊക്കെ മുളച്ചിരിക്കുക. എഞ്ചിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരുപാട് മോശം കണ്ടീഷനായി പോയി. കാർബറേറ്റർ, പ്ലഗ്, അതിന്റെ റോക്കർ കവർ തുടങ്ങി, അതുപോലെ തന്നെ ഇതിന്റെ ബെൻഡ് വേപ്പൊക്കെ കണ്ടറിയാൻ പറ്റും ഫുൾ റെസ്റ്റ് കണ്ടീഷനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് അഴിച്ച് പറിച്ച് നല്ല കിഡിലിനാക്കി കൊടുക്കാമെന്നാണ് നമ്മൾ കസ്റ്റമറിനോട് വാക്ക് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ വണ്ടി ഒരുപാട് തരം കംപ്ലൈൻറ്റ്സ് ഞങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഈ ഒരു വണ്ടിയുടെ കറണ്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടിങ് കണ്ടീഷനേ അല്ല. കസ്റ്റമർ ഒരു പിക്കപ്പിൽ കയറ്റിയാണ് വണ്ടി അവിടെ കൊണ്ടുവന്നേക്കുന്നത്. മാത്രമല്ല, ഈ വണ്ടി നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ട് ഏകദേശം എനിക്ക് ഒരു 50,000 രൂപ അടുത്തുള്ള വർക്ക് ഈ വണ്ടിക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കസ്റ്റമറിന്റെ ഉള്ള പാർട്ടൊക്കെ അങ്ങനെ തന്നെ നിർത്തി മാക്സിമം പുതിയ പാർട്ട് കയറ്റാതെ ഉള്ള പാർട്ടിൽ തന്നെ റീവർക്ക് ചെയ്തെടുക്കാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാക്സിമം എക്സ്പെൻസ് കുറച്ചിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും ഇതിന്റെ കാർബറേറ്റർ കാര്യങ്ങളൊക്കെ ഒരുപാട് മോശമായിട്ടുണ്ട്. നമുക്ക് അതിന് തന്നെ കാർബറേറ്ററിന്റെ ജെറ്റും അതിന്റെ പിസ്റ്റൺ വാൽവ് ഒക്കെ തുടങ്ങിയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് കംപ്ലൈന്റ് ആയില്ലെങ്കിൽ മാത്രം നമ്മൾ കാർബറേറ്ററിലൊക്കെ ചേഞ്ചിങ്ങിന്റെ ഓപ്ഷനിലോട്ട് നമ്മൾ പോകുന്നുള്ളൂ. മാത്രമല്ല, എഞ്ചിനൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും അത്യാവശ്യം ഒരുപാട് ക്ലാവൊക്കെ പിടിച്ച് അത്രയും മോശം കണ്ടീഷനായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ എഞ്ചിനൊക്കെ ഫുള്ളായിട്ട് ബഫ് ചെയ്ത് ഒരു പുതിയ വണ്ടിയുടെ ലുക്കിലേക്ക് നമ്മൾ എത്തിക്കും. മാത്രമല്ല, നമ്മുടെ റെഡ് ചങ്കമാലി ഷോപ്പിലാണെന്നുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡ് വണ്ടിക്ക് പറ്റിയ എല്ലാ ജെനുവിൻ സ്പെയർ പാർട്സും നമുക്ക് വരുന്നുണ്ട്. അതായത് റോയൽ എൻഫീൽഡ് ബിൽഡ് ചെയ്യാൻ പറ്റിയ എല്ലാ സ്പെയർ പാർട്സും റോയൽ എൻഫീൽഡിന്റെ കമ്പനി ഒറിജിനൽ പാർട്ട് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ നമ്മളാണ് ഈ റീസ്റ്റോറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ വണ്ടി അഴിക്കുമ്പോൾ തന്നെ ഇതിന്റെ കൂട്ടത്തിൽ എന്തെങ്കിലും സ്പെയർ പാർട്സ് ഒക്കെ ചേഞ്ച് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇതിന്റെ കൈയോടെ തന്നെ മാറിപ്പോകും. അപ്പോൾ ഗൈസ്, ഇതുപോലത്തെ ഒരു ഫുള്ളി റീസ്റ്റോറേഷൻ ആയിട്ടുള്ള ഒരു വണ്ടി നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് എടുക്കുന്ന ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൌണ്ട് 1 മന്ത് ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് മിക്കവാറും നിങ്ങളുടെ വണ്ടി നമുക്ക് തിരിച്ച് ഡെലിവറി ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഈ വണ്ടിയുടെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ള വീഡിയോ തൊട്ടടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഫുൾ
I'm down. I kinda miss having you around. You watch me fall apart time and time again.